ഗുജറാത്തിലെ ഒരു ഗ്രാമത്തില് 4 സ്ത്രീകളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ ഒരു കഥ പറയുന്ന ചലച്ചിത്രമാണ് പാർച്ച്ഡ്. ലീന യാദവ് സംവിധാനം ചെയ്ത ഈ ചിത്രം റാണി, ലാജോ, ബിജ്ലി, ജാനകി എന്നീ 4 സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ സ്ത്രീകൾ തങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നു. ലൈംഗികത, പ്രണയം, സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്ന ഈ സിനിമ സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. തനിഷ്ഠ ചാറ്റർജി, രാധിക ആപ്തെ, സുർവീൻ ചൗള, ലേഹ്റ ഖാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതില് റാണി എന്നുള്ള കഥാപാത്രം വിധവയാണ്. തന്റെ മകനെ വിവാഹം കഴിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവർ. റാണിയായി അഭിനയിച്ചിരിക്കുന്നത് തനിഷ്ഠ ചാറ്റർജിയാണ്. ഈ ചിത്രത്തിലെ മറ്റൊരു ശക്തമായ കഥാപാത്രമാണ് ലാജോ. രാധിക ആപ്തെയാണ് ഇതിൽ ലാജോയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ലാജോ സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്നു. നർത്തകിയും ലൈംഗിക തൊഴിലാളിയുമായ ബിജ്ലിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സുർവീൻ ചൗളയാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾക്കിടയിലും സന്തോഷം കണ്ടെത്താനാണ് അവളും ശ്രമിക്കുന്നത്. ഈ ചിത്രത്തിലെ മറ്റൊരു കഥാനായികയാണ് ജാനകി. ലേഹ്റ ഖാനാണ് ജാനകിയായി എത്തിയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നവളാണ് ജാനകി. സ്വയം പരിമിതികളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന 4 പെണ്ണുങ്ങൾ അവരിൽ അടിച്ചേൽപ്പിച്ച പാരമ്പര്യത്തെയും കപടമൂല്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ഒരു നിർണായകമായ രാത്രിയിൽ അവരുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് അവർ 4 പേരും ആ 4 പെണ്ണുങ്ങളും പരസ്പരം എത്തിച്ചേരുകയും ചെയ്യുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. പാർച്ച്ഡ് തീർച്ചയായും കാണേണ്ട ഒരു ചലച്ചിത്രമാണ്. കാരണം അത് സംസാരിക്കുന്നത് എക്കാലത്തെയും സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും തന്നെയാണ്. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങും. എന്തൊക്കെ വൈവിധ്യങ്ങളുള്ള സ്ത്രീ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമെന്ന് തോന്നിപ്പോകും. എനിക്ക് തോന്നുന്നത് ഓരോ സ്ത്രീയും ജീവിക്കുന്ന ജീവിതം ശരിക്കും കോപ്പിറൈറ്റുള്ള സ്വതന്ത്രമായിട്ടുള്ള അനേകം കഥകളാണ് എന്നാണ്. പാർച്ച്ഡ് 2015 പുറത്തിറങ്ങിയത്. ഞാൻ കാണുന്നത് കൊറോണ കാലത്താണ്. ഇത് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഒക്കെ ലഭ്യമാണ്.